ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ട്രീ ഓഫ് ലൈഫ് പ്രീച്ചിങ് ജീവന്റെ വൃക്ഷം എന്ന പഠന പരമ്പരയിലേക്ക് കടന്നു വന്നിട്ടുള്ളതായ എല്ലാവർക്കും ദൈവനാമത്തിൽ ഞാൻ എൻ്റെ സ്വാഗതം അർപ്പിക്കുന്നു. നമ്മുടെ ഇന്നത്തെ അല്പനിമിഷത്തെ ചിന്തയ്ക്ക് വേണ്ടി വിശുദ്ധ ബൈബിളിൽ നിന്നും ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 11-ാം വാക്യം. ദൂതൻ വന്ന് ഇടയന്മാരോട് പറഞ്ഞതാണ് ഈ വാക്യം. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ദൈവപുത്രനായ യേശു ക്രിസ്തു ഭൂമിയിൽ മനുഷ്യാവതാരത്തിൽ ജനിച്ചതിനെ കുറിച്ചാണ് ഇവിടെ ദൂതൻ പറഞ്ഞതായിട്ട് ഉദ്ധരിക്കുന്നത്. വിശുദ്ധ ബൈബിളിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജനനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് മത്തായി എഴുതിയ സുവിശേഷത്തിലും ലൂക്കോസ് എഴുതിയ സുവിശേഷത്തിലും 2-ാം അധ്യായത്തിൽ ആണ്. മത്തായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായി ചുങ്കപ്പിരിവുകാരനായിരുന്ന മത്തായി പിന്നീട് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യനായി. ലൂക്കോസ് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശേഷം ഉദ്യോഗസ്ഥനോട് തെയോഫീലോസിനോട് പറയുന്നതായ വാക്കുകളാണ്, ആ പറയുന്നതായ എഴുത്താണ് ലൂക്കോസിൻ്റെ സുവിശേഷമായും കാണുന്നത്. അതിലാണ് കർത്താവായ യേശു ക്രിസ്തു ഭൂമിയിൽ ജനിച്ചതിനെക്കുറിച്ച് ദൈവദൂതൻ വേണ്ടുന്നതായ റെക്കോർഡുകളും പറഞ്ഞു കേട്ടിട്ടുള്ളതായ അറിവുകളും എല്ലാം കർത്താവായ യേശു ക്രിസ്തുവിനെ കുറിച്ച് പലരും പറഞ്ഞതും കേട്ടതും നേൽ കണ്ടവരിൽ നിന്നും അറിഞ്ഞു കേട്ടതുമായ എല്ലാ കാര്യങ്ങളെയും ക്രോഡീകരിച്ച് ലൂക്കോസ് തൻ്റെ സുവിശേഷം എഴുതി തെയോഫീലോസെ എന്ന് വിളിച്ചുകൊണ്ടാണ് എഴുതുന്നത്. തെയോഫീലോസിനെ അറിയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. തെയോഫീലോസ് ഒരുപക്ഷെ റോമ ഗവൺമെൻറ്റിലെ ഒരു കൂടിയ ഉദ്യോഗസ്ഥനായിരിക്കാം. ലൂക്കോസ് വിശുദ്ധ പൗലോസിൻ്റെ സമകാലികനായിരുന്നുവെന്ന് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നുണ്ട്. പല വാക്യങ്ങളിലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആദ്യം മത്തായി എഴുതിയത് സുവിശേഷം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഒരു ശിഷ്യനായിരുന്ന മത്തായിയാണ് യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ആട്ടിടയന്മാർ ആടിനെ നോക്കിക്കൊണ്ട് വെളും പ്രദേശത്ത് കിടക്കുമ്പോൾ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവരോട് പറയുകയാണ്, ദൈവപുത്രനായ യേശു ക്രിസ്തു മനുഷ്യനായി അവതരിച്ചു, ബത്ലഹേമിൽ അവതരിച്ചതേ പറയുന്നുണ്ട്. അങ്ങനെ ഈ വന്നതായ ദൂതൻ പിന്നെ സ്വർഗീയ സൈന്യങ്ങളും വീണ്ടും ദൂതന്മാർ വന്നു എന്നാണ് അതിൻ്റെ പൊരുൾ. ദൂതന്മാർ ഒന്നിച്ചവിടെ വരുന്നുണ്ട്. അട്ടിടയന്മാരോട് ചേർന്ന് യേശു കുഞ്ഞ് ജനിച്ചു, രക്ഷിതാവ് ജനിച്ചു എന്ന് പറഞ്ഞ് യേശു ക്രിസ്തുവിനെ വാഴ്ത്തുന്നതായ ഒരു ഭാഗമാണ് നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ അത്യുന്നതങ്ങൾ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് ദൂതൻ പറഞ്ഞു. അങ്ങനെ ദൂതന്മാർ പറഞ്ഞിട്ട് ദൂതന്മാരും ഇടയന്മാരും ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കുന്ന, അവർ ദൂരത്താണെങ്കിലും ദൂരത്ത് നിന്ന് യേശു കർത്താവിനെ, ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നതായിട്ട് നമ്മൾക്ക് ഈ വാക്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നാം വിശുദ്ധ ബൈബിളിൽ യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. ദൈവം നമ്മോടുകൂടെ, ഗോഡ് ഈസ് വിത്ത് അസ് എന്നുള്ളതായ അർത്ഥത്തിൽ, ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥത്തിൽ ഇമ്മാനുവേൽ എന്ന് പേര് വിളിക്കും. അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ മറ്റൊരു പേരായിട്ടാണ് കണക്കൂട്ടുന്നത് ഇമ്മാനുവേൽ എന്നുള്ളത്. അങ്ങനെ യേശു ക്രിസ്തു ജനിക്കുന്നതിനെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ പഴയ നിയമത്തിൽ
രേഖപ്പെടുത്തിയ കാര്യമാണ് ഇത്. യെശയ്യാ പ്രവചനം 7-ാം അധ്യായം 14-ാം വാക്യം. യേശു ക്രിസ്തു ബത്ലഹേമിൽ ജനിക്കുമെന്നുള്ളത് പഴയ നിയമത്തിൽ മീഖായുടെ പ്രവചനം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കും. ബത്ലഹേം ഇസ്രായേലിന്റെ അധിപതി അവിടെ നിന്ന് ഉത്ഭവിച്ചു വരും എന്ന് മീഖാ പ്രവചനം 5-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമുക്ക് അതിൻ്റെ അർത്ഥം ബത്ലഹേം അപ്പത്തിൻ്റെ സ്ഥലം. എന്നാൽ ഇസ്രായേലിൽ തന്നെ മറ്റൊരു സ്ഥലത്തിനും ബത്ലഹേം എന്ന സ്ഥലമുണ്ട്. അതായത് യോശുവയുടെ പുസ്തകം 19-ാം അധ്യായം 15-ാം വാക്യത്തിൽ സെബൂലൂൻകാർക്ക് ഓഹരിയായി കിട്ടിയത് അവർക്ക് ഇസ്രായേൽ ദേശത്ത് കിട്ടിയതായ മറ്റൊരു ദേശത്തെക്കുറിച്ച്, മറ്റൊരു ബത്ലഹേമിനെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തുന്നുണ്ട്. യോശുവയുടെ പുസ്തകം 19-ാം അധ്യായം 15-ാം വാക്യത്തെ സെബൂലൂൻകാർക്ക് കിട്ടിയ ദേശമാണ്. ഇസ്രായേൽ കന്യകയായ മറിയത്തിന് വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്ന യോസേപ്പിൻ്റെ അടുത്ത് ഇസ്രായേൽ കന്യകയായ മറിയത്തിന് ദൈവദൂതൻ പ്രത്യക്ഷപ്പെട്ട് പറയുകയാണ്, ദൈവത്തിൻ്റെ സന്ദേശം കൊടുക്കുകയാണ്, കൃപ ലഭിച്ചവളെ നിനക്ക് വന്ദനം. അങ്ങനെ മറിയം അപ്പോൾ ഇസ്രായേൽക്കാരനായ ജോസഫിനോട് വിവാഹ നിശ്ചയം ചെയ്തിട്ട് ഉള്ളതാണ്. ആ സമയത്ത് ഗബ്രിയേൽ ദൂതൻ സന്ദർശിക്കുകയും ദൈവത്തിൻ്റെ വചനം കൈമാറുകയും ചെയ്തു. അതായത് ദൈവത്തിൻ്റെ പുത്രനെ അവൾ പ്രസവിക്കും എന്നുള്ളതായ വചനമാണ് ഗബ്രിയേൽ ദൂതൻ മറിയത്തിനെ അറിയിച്ചത്. അങ്ങനെ മറിയം ഗർഭവതിയായിരിക്കുമ്പോൾ ആ സമയത്ത് വിവാഹ നിശ്ചയം ചെയ്തിട്ടുള്ളതായ യോസഫും മറിയമും താമസിക്കുന്നത് ഗലീലയിലെ നസ്രേത്ത് പട്ടണത്തിലാണ്. ആ സമയത്താണ് നാടുവഴിയുടെ ഒരറിയിപ്പ്, എല്ലാവരും താൻ്റെ പട്ടണങ്ങളിൽ പോയി പേര് രജിസ്റ്റർ ചെയ്യണം, ചാർത്തപ്പെടേണ്ടതിനാണെന്നാണ് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നത്. സെൻസസ് എടുക്കേണ്ടതിന്. അങ്ങനെ ഈ ചാർത്തപ്പെടേണ്ടതിന് രാജകൽപ്പനയായിരിക്കുന്നതിനാൽ ചാർത്തപ്പെടേണ്ടതിന് പേര് കൊടുക്കേണ്ടതിന് യോസഫും മറിയമും ദാവീദിന്റെ പട്ടണമായ ബത്ലഹേമിലേക്ക് യാത്രയായി. ചാർത്തപ്പെടേണ്ടതിന് താൻ്റെ പട്ടണങ്ങളിലേക്ക് അവർ പോയി എന്നാണ് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നത്. അങ്ങനെ യോസേഫും ദാവീദിന്റെ പട്ടണത്തിലും ഗൃഹത്തിലും ഉള്ളവനാക്കിയ നസ്രയത്തിൽ നിന്ന് ദാവീദിന്റെ പട്ടണത്തിലേക്ക് പോയി. യഹൂദിയിൽ ബത്ലഹേം എന്ന ദാവീദിന്റെ പട്ടണത്തിലേക്ക് പോയി. ആ കാലത്താണ് മറിയത്തിനെ പ്രസവിക്കുവാനുള്ളതായ സമയം തികഞ്ഞത്. അപ്പോൾ അവർ വഴിയമ്പലത്തിൽ അന്വേഷിച്ചു. അവിടെ സ്ഥലമില്ലാതെ, എവിടെയാണ് പ്രസവിച്ചത് എന്ന് വിശുദ്ധ ബൈബിളിൽ കാണുന്നില്ല. എങ്കിൽ തന്നെയും വഴിയമ്പലത്തിൽ സ്ഥലമില്ലായികയാൽ, ഈന്നിൽ സ്ഥലമില്ലായികയാൽ അവരൊരു പശുത്തൊട്ടിയിൽ കുഞ്ഞിനെ കിടത്തി എന്നാണ് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നത്. അങ്ങനെ യേശു കൃഷ്ണൻ കുഞ്ഞിനെ പശുത്തൊട്ടിയിൽ കാണുവാൻ ദൂതന്മാർ പറഞ്ഞതനുസരിച്ച് ഇടയന്മാർ അവിടെ വരുന്നു. ആ ഇടയന്മാർ അവിടെ വരുമ്പോൾ സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു എന്ന് ദൂതന്മാർ പറഞ്ഞതനുസരിച്ച്, ദൂതന്മാർ അറിയിച്ചതനുസരിച്ച് ആട്ടിടയന്മാർ ബത്ലഹേമിൽ വരുന്നുണ്ട്. അവരെ വഴികാട്ടിയായി ഒരു നക്ഷത്രം, യേശുവിൻ്റെ നക്ഷത്രം, യേശു കുഞ്ഞിൻ്റെ നക്ഷത്രമെന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആ നക്ഷത്രത്തെ വഴി നോക്കിയാണ് അവർ വരുന്നത്. അവരെ വഴികാട്ടിയായി വന്നു. എന്നാലും അവരല്പം ചിന്തിച്ച് രാജസന്നിധിയിൽ വന്ന രാജാവിൻ്റെ അടുക്കൽ, രാജകൊട്ടാരത്തിലായിരിക്കും ഒരുപക്ഷെ രാജാവായി പിറക്കേണ്ടുന്നവൻ ജനിച്ചിരിക്കുന്നത് എന്ന് ചിന്തിച്ചതുകൊണ്ടോ അവർ രാജകൊട്ടാരത്തിൽ വന്നു, ഹെരോദാവിൻ്റെ അടുക്കൽ വന്നു.
അടുക്കൽ വന്ന് തിരക്കിയപ്പോൾ രാജാവ് പെട്ടെന്ന് അപ്സെറ്റായിപ്പോയി. രാജാവ് ഭൗതികമായി ചിന്തിച്ചു, ഒരു പക്ഷേ രാജസ്ഥാനത്തേക്ക് മറ്റൊരു രാജാവ് പിറന്നുവോ എന്നുള്ള ചിന്തയിൽ ഏതോമിയനായ ഹെരോദാസ് അവരെ നിർത്തിയിരുന്നു. പെട്ടെന്ന് ആൾക്കാരെയൊക്കെ വിളിച്ചു ചോദിച്ചു. ശാസ്ത്രിമാരെയും അറിവുള്ളവരെയും ബൈബിളിൻ്റെ ഗ്രാഹ്യമുള്ളവരെയും എല്ലാം വിളിച്ചു ചോദിച്ചു, ഈ മശിഹ എവിടെയാണ് പിറക്കുന്നത് എന്നാണ് ചോദിച്ചു. അവര് മേഘാപ്രവചനത്തിൽ പറഞ്ഞതുപോലെ ദാവീദിന്റെ പട്ടണമായ ബത്ലഹേമിൽ പിറക്കുമെന്ന് പറഞ്ഞു. രാജാവ് ഭയന്ന് പോയി. അതായത് തൻ്റെ ജനനത്തിൽ തന്നെ യേശു കുഞ്ഞിനെ രാജാവിന് ഭയം സൃഷ്ടിച്ചു. കാരണമൊന്നുമില്ല. രാജാവ് രാജസ്ഥാനത്തേക്ക് അല്ല യേശു ക്രിസ്തു വരുന്നത്, രാജാവ് ആയിട്ട് പിറന്നവൻ. സർവജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു മഹാസന്തോഷം, ദൈവപുത്രനായ യേശു ക്രിസ്തു ഭൂമിയിൽ ജനിക്കും എന്നാണ് അറിയുന്നത്. അപ്പോൾ ഹെരോദാവ് ഇടയന്മാരോട് കൽപ്പിച്ചു. ഇത് മനസ്സിലാകുന്നത് ഇടയന്മാർ സ്വന്തം രാജ്യത്തുള്ളവരല്ല, മറ്റൊരു ഭരണത്തിന് കീഴിൽ ഉള്ളവരാണെന്ന് നമുക്ക് അനുമാനിക്കാം. ഇടയന്മാരോട് നിങ്ങൾ പോയി ശിശുവിനെ വണങ്ങി കണ്ടിട്ട് വിവരം അറിഞ്ഞിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എന്നെയും അറിയിക്കുക, ഹെരോദാവിനെയും അറിയിക്കുക. അപ്പോൾ ഹെരോദാവും പോയി ശിശുവിനെ വന്ദിക്കുവാനുള്ള ആരാധിക്കുവാനുള്ള ആശ അവിടെ പ്രകടിപ്പിച്ചു. യഥാർത്ഥത്തിൽ ഉള്ളതല്ല, അത് പരസ്യമായിട്ട് പറഞ്ഞത് യേശു കുഞ്ഞിനെ ഹെരോദാവിനും സ്തുതിക്കണം, വാഴ്ത്തണം, ആരാധിക്കണം എന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെ അതിന് വിപരീതമായിട്ടാണ്. യേശു കുഞ്ഞ് വളർന്നു വന്നാൽ രാജസ്ഥാനം പോകുമെന്നുള്ള ഭയം കൊണ്ടായിരിക്കാം ഹെരോദാവ് അങ്ങനെ പറഞ്ഞ്. അത് പിന്നീട് യേശു കുഞ്ഞിനെ കണ്ടിട്ട് തിരിച്ചു പോകുന്നതിന് മുൻപിട്ട് ഇടയന്മാർക്ക് ദൈവദൂതന്മാർ പ്രത്യക്ഷപ്പെട്ട് അതിലേ പോകരുത്, ഹെരോദാവിനോട് വഴി പറയാതെ ഒഴിഞ്ഞു പോണം, മറ്റൊരു വഴിയായി അവർ പോയി എന്നാണ് വിശുദ്ധ ബൈബിളിൽ രേഖപ്പെടുത്തുന്നത്. യേശു കുഞ്ഞിനെ ബത്ലഹേമിൽ ചെന്ന് നേരിട്ട് കണ്ട് ആരാധിച്ചു. മത്തായിയുടെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം കാണുന്നത് ഇടയന്മാർ സാഷ്ടാംഗം വീണ് നമസ്കരിച്ചു. അതിൻ്റെ കൂടെ അവർ പൊന്നെ, മൂരെ, കുന്തിരുക്കം എന്നിവ കാഴ്ചവെച്ചു. അവരാൽ കഴിയുന്നതായ വിലപിടിപ്പുള്ളതായെന്ന് തോന്നിക്കുന്നതായ വസ്തുക്കൾ അവരിടയന്മാർ യേശു കുഞ്ഞുവിൻ്റെ മുൻപിൽ സമർപ്പിച്ചു. ഒരാളെ കാണുമ്പോൾ, ഒരു വ്യക്തിയെ കാണുമ്പോൾ, ദൈവപുത്രനായ യേശുവിനെ കാണുമ്പോൾ എന്തെങ്കിലും ഒന്ന് സമർപ്പിക്കണമെന്ന് വിചാരിച്ച് അവർ പൊന്നെ, മൂരെ, കുന്തിരുക്കം എന്നിവ കാഴ്ചവെച്ചു എന്ന് നമുക്ക് അനുമാനിക്കാം. അവർ യേശു കുഞ്ഞുവിനെ വണങ്ങി നമസ്കരിച്ചു, വീണ് നമസ്കരിച്ചു എന്ന് മത്തായിയുടെ സുവിശേഷത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. സർവജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നുവെന്ന് ദൂതൻ ഇടയന്മാരോട് പറഞ്ഞതനുസരിച്ച് യേശു കുഞ്ഞിനെ അവർ കണ്ടു സന്തോഷിച്ചു എന്ന്. അങ്ങനെ യേശു ക്രിസ്തു പിറന്നതിനെ ക്രിസ്തുമസ് ദിനമായിട്ട് കണക്കുന്നു. അതായത് ക്രൈസ്റ്റ്, ഇംഗ്ലീഷ് പേര് വരുമ്പോൾ ക്രൈസ്റ്റ്, ഇസ്രായേലിയ പേരിൽ യേശുവേഹ്, മലയാളത്തിൽ നാം യേശു എന്ന് പറയുന്നു. അങ്ങനെയായ യേശുവിനെ ആരാധിച്ചിട്ട് അവർ വണങ്ങിപ്പോയി. ഈ യേശു കുഞ്ഞ് ദൈവപുത്രനായ യേശു ക്രിസ്തുവാണ് ഭൂമിയിൽ അവതരിച്ചത് എന്ന് നമുക്കറിയാം. അങ്ങനെ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. In the beginning was the Word, and the Word was with the God, and the Word was
ഗോഡ് എന്ന് നമ്മൾ ഇംഗ്ലീഷിലും കാണുന്നുണ്ട്. അതായത് കർത്താവായ യേശു ക്രിസ്തു ദൈവത്തോടു കൂടെയായിരുന്നു, ദൈവപുത്രനായിരുന്നു, ആരാധന സ്വീകരിപ്പാൻ വേണ്ടി ദൈവം അയച്ചതായ ദൈവത്തിൻ്റെ പുത്രനായിരുന്നു. മനുഷ്യ പാവങ്ങളിൽപ്പെട്ടിട്ട് മനുഷ്യരൽപ്പം ദൂരെയായപ്പോൾ ദൈവം അവരെ ഏത് രീതിയിലും ചേർക്കേണ്ടതിന്, അവർ നശിച്ചു പോകാതിരിക്കേണ്ട, ദൈവത്തിനോട് തെറ്റ് ചെയ്യുമ്പോൾ തെറ്റ് ചെയ്ത മനുഷ്യർക്ക് ദൈവത്തിൻ്റെ പോളിസി എങ്ങനെയാണ്? തെറ്റ് ചെയ്തവർക്ക് ശിക്ഷ കൊടുക്കുകയാണ്. അങ്ങനെ ഈ മനുഷ്യർ ശിക്ഷ പ്രാപിക്കാതെ ഒഴിഞ്ഞു പോകേണ്ടതിന് യേശുക്രിസ്തു അവർക്ക് പാപക്ഷമ കൊടുക്കുവാൻ യേശുക്രിസ്തുവിനെ ഭൂലോകത്തിലേക്ക് ഒരു ദൗത്യവുമായിട്ട് അയച്ചു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ യേശുവിനെ കൈക്കൊണ്ട് അവിടുത്തെ നാമത്തിൽ വിശ്വസിക്കുന്ന എവർക്കും ദൈവമക്കളാകുവാൻ ദൈവം അധികാരം കൊടുത്തു. അങ്ങനെ ആ വന്നതായ യേശുവിനെ കൈക്കൊണ്ടിട്ട് ദൈവമക്കളാകുവാൻ, അല്ലെങ്കിൽ യേശുവിനെ കൈക്കൊള്ളുമ്പോൾ ദൈവമക്കളാകും. അങ്ങനെ ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തുവന്ന് ക്രിസ്തുമസ് എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ മാസ്, യേശുവിനെ ആരാധിക്കണം. മാസ് എന്നതിന് ചില ഭാഷയിൽ മാസ് എന്നതിന് ആരാധന, പ്രാർത്ഥന എന്നൊക്കെയുണ്ട്. ചിലയിടത്തൊക്കെ നാം കാണുന്നത് മാസ്, അതായത് ആരാധനയ്ക്ക്, ചില ഞായറാഴ്ച ആരാധനയ്ക്ക് മാസ് എന്നും ചില രാജ്യങ്ങളിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കർത്താവിനെ ആരാധിക്കുന്നതായ ഒരു സന്ദർഭം ആദ്യം പറയുമ്പോൾ തന്നെ ദൂതന്മാരും ഇടയന്മാരും ഒന്നിച്ച് യേശു കുഞ്ഞിനെ ആരാധിക്കുന്നുണ്ട്, ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. അവർ നമസ്തേ പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ ദൈവത്തെ വീണ് നമസ്കരിച്ചു എന്നാണ്. യേശു കുഞ്ഞിനെ അവർ ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ വീണ് നമസ്കരിച്ചു എന്നാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. എല്ലാവരും ഒന്നിച്ച് യേശു കുഞ്ഞിനെ ആരാധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം എന്ന് പറഞ്ഞു. ദൈവത്തിന് മഹത്വം, സ്വർഗത്തിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രസാദമുള്ള മനുഷ്യർക്കെല്ലാം സമാധാനവുമായിട്ടും ദൂതൻ അവിടെ പറയുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ മുതൽ നാം യേശുക്രിസ്തുവിനെ ആരാധിക്കുന്നു. ആദ്യം ഇടയന്മാർ ദൈവത്തെ ആരാധിച്ചു, ദൂതന്മാരും ദൈവത്തെ ആരാധിച്ചു, ദൈവപുത്രനായ യേശുവിനെ ആരാധിച്ചു, യേശുവേഹിനെ ആരാധിച്ചു. പിന്നെ ജനങ്ങളെ എല്ലാം ദൈവത്തെ ആരാധിക്കണം എന്നാണ്, യേശു കുഞ്ഞിനെ ആരാധിക്കണം, യേശു ക്രിസ്തുവിനെ ആരാധിക്കണമെന്നാണ് വിശുദ്ധ ബൈബിൾ പ്രഘോഷിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കേണ്ടവർ യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുന്നു. പിന്നെ എന്നും എന്നേക്കും എല്ലാവരും ആരാധിക്കുന്നതാണ് യേശുക്രിസ്തു. യേശുക്രിസ്തു ഇഹലോകത്തിൽ നിന്നും തൻ്റെ ഈ ദൗത്യം നിർവഹിച്ചിട്ട് സ്വർഗാരോഹണം ചെയ്തു പോയി. സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. അപ്പോൾ മനുഷ്യനൊരു നിശ്ചിത കാലം കഴിയുമ്പോൾ, മനുഷ്യൻ്റേതായ ഈ ഭൂമിയിലെ വാസം തീരുമ്പോൾ, മനുഷ്യരുടെ ആത്മാക്കൾ യേശുവിൻ്റെ അടുക്ക ചെല്ലുമ്പോൾ അവിടെയും ആരാധനയാണ്. ദൈവത്തോട് ചേർന്ന്, ദൈവദൂതന്മാരോട് ചേർന്ന് യേശു ക്രിസ്തുവിനെ ആരാധിക്കുകയാണ്. യേശു ക്രിസ്തുവിനെ ആരാധിക്കുന്നതായിട്ട് നമുക്ക് വിശുദ്ധ ബൈബിളിൽ വെളിപ്പാട് പുസ്തകത്തിൽ 19, 20, 21 അധ്യായങ്ങളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അവിടെ മൂപ്പന്മാരും ദൂതന്മാരും സ്വർഗീയ സേനകൾ എല്ലാം, അവരെല്ലാം ദൂതഗണത്തിൽപ്പെടുന്നവരാണ്. ആ ദൂതഗണത്തിൽപ്പെടുന്നവരെ മനുഷ്യരുടെ ആത്മാക്കളും ദൂതന്മാരോട് തുല്യമാകുമെന്നും വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തുന്നുണ്ട്. നാം എല്ലാവരും ദൂതന്മാരോട് തുല്യരായിട്ട് അപ്പോഴും ദൈവത്തെ ആരാധിക്കും, യേശു ക്രിസ്തുവിനെ ആരാധിക്കും. അങ്ങനെയുള്ളതായ ഒരു ആരാധന യേശു ക്രിസ്തു ജനിച്ചപ്പം മുതൽ ഇന്ന് വരെ നടന്നു വരുന്നു. ഇനി ഓരോരുത്തരും സ്വർഗത്തിലാകുമ്പോൾ അവിടെയും പ്രാർത്ഥനയാണ്, ആരാധിക്കുകയാണ്. ദൈവപുത്രനായ യേശു ക്രിസ്തുവിനെ ആരാധിക്കപ്പെടുകയാണ്.
നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവ ഭാഷയിലും ഗോത്രങ്ങളിലും ഉള്ളവരെ നീ വിലയ്ക്ക് വാങ്ങി എന്ന് പറഞ്ഞു. എല്ലാവരും ആരാധിക്കുകയാണ്, ദൂതന്മാരും ആരാധിക്കുകയാണ്. യേശു ക്രിസ്തു മനുഷ്യരുടെ പാപങ്ങൾക്ക് മറുവിലയായി ദൈവത്തിൻ്റെ മനുഷ്യരുടെ ശിക്ഷയിൽ നിന്നും മനുഷ്യരെ രക്ഷിച്ച്, ദൈവം തെറ്റ് ചെയ്തവർക്ക് കൊടുക്കുന്നതായ ശിക്ഷയിൽ നിന്നും മനുഷ്യരെ രക്ഷിച്ചു. അങ്ങനെ യേശു ക്രിസ്തു അവരെ രക്ഷിച്ചിട്ട് മനുഷ്യൻ പ്രത്യുപകാരമായി യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് ജീവിക്കുന്നവരെ സ്വർഗാതിസ്വർഗങ്ങളിൽ യേശു ക്രിസ്തുവിനെ ആരാധിക്കുവാനുള്ളതായ സമയം കിട്ടും. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അങ്ങനെ ദൂതന്മാർ പറഞ്ഞതുപോലെ സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം ആണ് യേശുക്രിസ്തുമസ്, യേശുക്രിസ്തുവിനെ ആരാധിക്കൽ. അങ്ങനെ ക്രിസ്തുമസ് ഏത് ദിവസമായാലും ഡിസംബർ 25 കരുതുന്നു. അതിന് പ്രത്യേകമായിട്ട് വിശുദ്ധ ബൈബിളിലെ രേഖ എഴുതിയിട്ടില്ല. ഇന്ന രാജാവിൻ്റെ ഇത്രാം മണ്ടിൽ എന്ന ഹെരോദാസ് രാജാവിൻ്റെ ഏദോമിയനായ ഹെരോദാസിൻ്റെ ഭരണത്തിൻ്റെ റോമൻ ചക്രവർത്തിയായ ഹെരോദാസിൻ്റെ ഇത്രാം ആണ്ടിൽ നിന്നാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യേശു ക്രിസ്തു ജനിച്ചത് ഏത് ദിവസമാണെന്നില്ല. അന്നൊക്കെ ഒരു രാജാവിൻ്റെ ഏത് വർഷത്തിലാണ് രാജാവ് ഭരണം ഏറ്റെടുത്തതിൻ്റെ എത്രാമത്തെ വർഷമാണ് ഒരു കാര്യം നടന്നതെന്ന് പറയുക മാത്രമേ ഉള്ളൂ. എന്നാൽ വർഷങ്ങളിൽ കലണ്ടറായിട്ട് പ്രത്യേകിച്ച് അറിയപ്പെടുന്നതായ കലണ്ടറുകളൊന്നും തന്നെ ഇല്ല. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ജനനത്തിന് ശേഷം യേശുക്രിസ്തുവിൻ്റെ ആരാധനയിൽ ജനങ്ങൾ ഉൾക്കൊണ്ടപ്പോൾ, കാലങ്ങൾ കഴിഞ്ഞപ്പോൾ, അങ്ങനെ ഏറ്റവും അറിയപ്പെടുന്നതായ ലോകത്ത് അറിയപ്പെടുന്നതായ ഒരു വ്യക്തിയായിട്ട് മനുഷ്യജന്മത്തിൽ ഉണ്ടായത് യേശുക്രിസ്തുവാണ്. അങ്ങനെ യേശുക്രിസ്തുവിൻ്റെ ജനനം മുതൽ ആ തീയതി വെച്ച് ആനോ ഡൊമിനി AD ആയിട്ട് നാം വർഷങ്ങൾ കണക്കുന്നു. 2025 അങ്ങനെയാണായത്. യേശുക്രിസ്തുവിൻ്റെ ആ ജനിച്ചതിൻ്റെ കണക്ക് വെച്ച് വർഷങ്ങൾ കണക്ക് കൂട്ടി വരുന്നു. അതിന് മുൻപിട്ട് അങ്ങനെ ഒരു അത്രയും അറിയപ്പെടുന്നതായ ആരും തന്നെ ഇല്ലായിരുന്നു. അങ്ങനെ ദൈവപുത്രനായ യേശുക്രിസ്തു ഭൂമിയിൽ വന്നപ്പോൾ താൻ ജനിച്ചതായ വർഷത്തിന് കണക്ക് കൂട്ടിയാണ് ക്രിസ്തുവർഷം എന്ന് പറയുന്നത്. ആ സർവ്വജനത്തിനും ഉണ്ടാവാനുള്ള ഒരു മഹാസന്തോഷം എല്ലാവരും അംഗീകരിച്ച് യേശുക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോൾ അവരുടെ ആത്മാവിന് ശാന്തിയും സമാധാനവും കിട്ടുവാൻ ദൈവം യേശുക്രിസ്തുവിനെ ഭൂമിയിലേക്ക് അയച്ചു. നമ്മെ മനുഷ്യരെ ദൈവദൂതന്മാരെ പോലെ ആക്കേണ്ടതിനു വേണ്ടി ദൈവത്തോടു കൂടെയായിരുന്ന ദൈവപുത്രനായ യേശുക്രിസ്തു തുമസ് എന്ന് പറയുന്നത് നാം ആരാധിച്ചുകൊണ്ട്, ക്രിസ്തുവിനെ ആരാധിച്ചുകൊണ്ട് നാം ജീവിതകാലം മുഴുവനും കർത്താവായ യേശു ക്രിസ്തുവിനെ ആരാധിച്ചുകൊണ്ട് കഴിയുക. അതാണ് ക്രിസ്തുമസ്. ആ യേശു ക്രിസ്തുവിനെ നാം ആരാധിച്ചുകൊണ്ട് നമ്മുടെ ജീവിതകാലം കഴിഞ്ഞാൽ അതാണ് ആ മഹാസന്തോഷം. ആ മഹാസന്തോഷത്തിൽ പങ്കുകൊള്ളുവാൻ എല്ലാവർക്കും ദൈവം സമയം കൊടുക്കട്ടെ, എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ, കാത്തു സൂക്ഷിക്കട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് തൽക്കാലം പിന്മാറുന്നു. ശ്രവിച്ചുകൊണ്ടിരുന്നതായ എല്ലാവർക്കും നന്ദിയും നമസ്കാരവും അറിയിച്ചുകൊള്ളുന്നു.